കാത്തിരുന്ന ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ നാളത്തെ എക്സാമിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. യെസ്, അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ നമ്മളുടെ ഏതാടാ വരുന്നത്? നമ്മളുടെ കോറിലേഷൻ അനാലിസിസ് ആണ്. ഈ കോറിലേഷൻ അനാലിസിസിൽ നിങ്ങൾ ഉറപ്പിച്ചോടാ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആയിരിക്കും ചോദിക്കുക. നമുക്കറിയാം അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, സീറോ കോറിലേഷൻ ഉണ്ട്, അതുപോലെ പെർഫെക്റ്റ് കോറിലേഷൻ ഉണ്ട്. ഇതായിരിക്കും ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് നിങ്ങളോട് ചോദിക്കും. നിങ്ങളോട് എക്സും വൈയും ഇംഗ്ലീഷ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും വിഷയങ്ങളായിരിക്കും തന്നിട്ടുണ്ടാവുക. എന്നിട്ട് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിക്കും. അതുപോലെ നമ്മളോട് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിക്കും. റാങ്ക് കോറിലേഷൻ എസ്സേയിലാണ് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും? റാങ്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ 5 മാർക്കാണ് വരുന്നതെങ്കിൽ അത് റാങ്ക് റിപ്പീറ്റ് ചെയ്യാത്തതായിരിക്കും. നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇനി അടുത്തത് നമ്മളുടെ കോറിലേഷൻ അനാലിസിസ് ഇത്ര ചാപ്റ്റേഴ്സ് ആണ് ചോദിക്കുക. ഇനി അടുത്ത നമ്മളുടെ ഏതാ വരുന്നത്? റിഗ്രഷൻ അനാലിസിസ് ആണ്. റിഗ്രഷൻ അനാലിസിസിൽ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോ. 2xy ഇങ്ങനത്തെ ഒരു x on y തന്നിട്ട് bxy കാണാൻ പറയും. ഇനി ചിലപ്പോൾ നേരെ തിരിച്ചും വരും കേട്ടോ. y on x വന്നിട്ട് byx കാണാൻ പറയും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വരെ. അതുപോലെ നിങ്ങളോട് bxyയും byxും തരും. എന്നിട്ട് നിങ്ങളോട് എന്ത് പറയും? 6 ഫൈൻഡ് ചെയ്യാൻ പറയും. ഓക്കെ, 6 എത്രയാന്നുള്ള ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിരിക്കും. ഓക്കെ, അത്രയാണ് നമുക്ക് ഷുവർ ചോട്ടായി റിഗ്രഷൻ അനാലിസിസിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ 3 ഏതാടാ? എലമെന്ററി കാൽക്കുലസ് ആണ് അല്ലെ. എലമെന്ററി കാൽക്കുലസിൽ നിങ്ങൾക്ക് y എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ആ yന്റെ dy/dx തരും. അതുപോലെ d²y/dx² നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറയും. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറയും. അതുപോലെ നോക്കിയേ, നമ്മളോട് ഇന്റഗ്രേഷനിൽ നിങ്ങളോട് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയിരിക്കും എന്തായാലും ചോദിച്ചിരിക്കുക. അതായത് ഇന്റഗ്രലിന്റെ താഴെയും മുകളിലും ഒരു വാല്യൂ ഉള്ള ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇന്റഗ്രലിന് ചോദിച്ചിരിക്കുക. അതുപോലെ ഇന്റഗ്രൽ ആയാലും ഡിഫറൻസിയേഷൻ ആയാലും അതിൽ x² x⁴ അങ്ങനത്തെ ടേം വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. x² x⁴ ഇതുപോലെയുള്ള ടേം വരാൻ x³ x² അങ്ങനത്തെ ടേം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത ഏതാണ് വരുന്നത്? റാൻഡം വേരിയബിൾസ് ആണ് അല്ലെ. റാൻഡം വേരിയബിൾസ്. ഈ റാൻഡം വേരിയബിൾസിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് എന്തായാലും എന്ത് തന്നിട്ടുണ്ടാവും? എക്സും p of x ഇതേ വരുള്ളൂടാ. എക്സും p of x തന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ കുറെ a2 a3 അല്ലെങ്കിൽ k 2k 3k അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് k അല്ലെങ്കിൽ a കാണാനായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ ഇതുപോലെ ഉണ്ടാവും. 0 to 4 ഇടയിൽ p of x എത്രയാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ ഇങ്ങനത്തെ ഒരു ടേബിൾ തന്നിട്ട് നിങ്ങളോട് മീനും വേരിയൻസും ഫൈൻഡ് ചെയ്യാനും നിങ്ങളോട് എന്തായാലും ചോദിക്കും കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, മീനും വേരിയൻസും അല്ലാതെ നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും ഈ രണ്ടും ഫൈൻഡ് ചെയ്യാൻ അതും നിങ്ങളോട് ചോദിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ റാൻഡം വേരിയബിൾസ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ മറക്കാതെ പഠിച്ചു വെച്ചോ. ഇത്രയും ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ നാളത്തെ ഓൺ എക്സാം പേപ്പർ നിങ്ങൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഇപ്പോഴും ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഏതാണ്, എങ്ങനെയാണ് ചെയ്യുക, എവിടുന്നാ ഈ ആൻസർ കിട്ടാന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അതിനുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ രാത്രിയത്തെ 7 മണിയുടെ ലൈവ്. 7 മണിയുടെ ലൈവിൽ നമ്മൾ ഫുൾ സ്റ്റാറ്റിയിൽ ഏതൊക്കെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുമോ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ നോട്ടിഫൈ മീ ഓൺ ആക്കുക, ലിങ്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ദെൻ നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഓൺ എക്സാം പോയി ഇനി അടുത്ത ക്രിസ്മസ് എക്സാം മുതലെങ്കിലും അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ ഇപ്പം നമ്മളുടെ ബാച്ചിൽ ഓഫേഴ്സ് നടക്കുന്നുണ്ട്, മറക്കണ്ട. ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നമ്മളുടെ ഓൺ എക്സാം കഴിയും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഓഗസ്റ്റ് 26 വരെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് അവരിൽ ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. 26 രജിസ്റ്റർ ചെയ്തെന്ന് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ അതുവരെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എന്തുണ്ട്, നമുക്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് ആണ്, രജിസ്റ്റർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.